ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരമശിവന് എത്ര അവതാരങ്ങളുണ്ട്? ആ അവതാരങ്ങളെപ്പറ്റി പലർക്കും ഇന്നും വലിയ ധാരണയില്ല. ആ അവതാരങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കും. ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പലർക്കും അറിയാവുന്നതാണ്. എന്നാൽ സംഹാരരുദ്രനായ പരമശിവന്റെ അവതാരങ്ങളോ അല്ലെങ്കിൽ ശിവന്റെ അംശം ചേർന്ന ഭാഗങ്ങളോ പലർക്കും അജ്ഞാതമാണ്. പരമശിവന് 16 അവതാരങ്ങൾ ഉള്ളതായി പുരാണങ്ങൾ പറയുന്നു. ഇതിൽ പരമേശ്വരന്റെ അവതാരങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പരമശിവന്റെ ഈ 9 അവതാരങ്ങളെ ശരിയായി ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ പല ഐശ്വര്യങ്ങൾ പ്രദാനമാവുകയും ദുരിതങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. പരമശിവന്റെ 9 അവതാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെക്കുറിച്ച് വിശദമായി അറിയാം. ഒന്നാമത്തെ അവതാരം പിപ്പലാദ അവതാരം. ദദീചി മഹർഷിയുടെയും സുവർച്ചയുടെയും മകനായി ജനിച്ച പിപ്പലാദൻ പരമശിവന്റെ അവതാരമാണെന്ന് കരുതുന്നു. ശനിദോഷം കാരണം ദദീചി മഹർഷിക്ക് ഒരിക്കലും തിരിച്ചു വരാനാകാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ഇതിൽ കുപിതനായ പിപ്പലാദൻ ശനിയെ ശപിച്ചുവെന്നും പിന്നീട് 16 വയസ്സിന് താഴെയുള്ള ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന ഒരു വ്യവസ്ഥയിൽ ശാപമോചനം നൽകിയെന്നും പുരാണം പറയുന്നു. അടുത്ത അവതാരം നന്ദി അവതാരം. കന്നുകാലി കൂട്ടങ്ങളുടെ സംരക്ഷകനാണ് പരമശിവന്റെ നന്ദി അവതാരം. പുരുഷ വീര്യത്തോടെ കാളമുഖ രൂപത്തിലാണ് നന്ദിയെ വർണ്ണിച്ചിരിക്കുന്നത്. 4 കൈകളിൽ 2 എണ്ണത്തിൽ മഴുവും മറ്റു 2 കൈകൾ ഒരുമിച്ച് ചേർത്തും പിടിച്ചിരിക്കുന്നതുമായിട്ടാണ് ഈ അവതാരത്തെ പുരാണത്തിൽ പറയുന്നത്. അടുത്ത അവതാരം വീരഭദ്ര അവതാരം. ദക്ഷയാഗവേളയിൽ സതീദേവി ഹോമാഗ്നിയിൽ സ്വയം ദഹിച്ചു. ഇതിൽ കോപാകുലനായ പരമശിവന്റെ ദേഹത്തിൽ നിന്ന് ജനിച്ചതാണ് വീരഭദ്രൻ. ഈ വീരഭദ്രൻ ദക്ഷനോട് യുദ്ധം ചെയ്ത് തല വെട്ടിമാറ്റി എന്നാണ് ഐതിഹ്യം. പരമശിവന്റെ ഏറ്റവും തീക്ഷ്ണതയുള്ള ഭാവമാണ് വീരഭദ്ര അവതാരം. അടുത്ത അവതാരം ശരഭ അവതാരം. നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കാൻ പരമശിവൻ അവതരിച്ച രൂപമാണ് ശരഭരൂപം. നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ ശിവൻ ശരഭന്റെ രൂപം ധരിച്ച് ബലമായി നരസിംഹത്തിന്റെ കോപത്തെ അടക്കിയെന്നാണ് ഐതിഹ്യം. അശ്വത്ഥമാവ് അവതാരം. ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥമാവ്. യഥാർത്ഥത്തിൽ ശിവചൈതന്യത്തിന്റെ ഭാഗമാണ്. രുദ്രാവതാരങ്ങളിൽ ഒന്നായും ചിരഞ്ജീവിയായും ഈ അവതാരത്തെ കണക്കാക്കുന്നു. അടുത്ത അവതാരം ഭൈരവ അവതാരം. വിഷ്ണുവും ബ്രഹ്മാവും തങ്ങളുടെ ബലാബലത്തിന്റെ മഹത്വത്തിനായി പരസ്പരം പോരടിച്ചു. അത് അറിയാനായി പരമശിവനെ സാക്ഷിയായി നടത്തിയ മത്സരത്തിൽ ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ചു. ഇതിൽ കുപിതനായി പരമശിവൻ ഭൈരവനായി അവതരിച്ച് ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് ഛേദിച്ച് ആ ശിരസുമായി 12 വർഷം അലഞ്ഞുവെന്നാണ് പുരാണം പറയുന്നത്. ശത്രുവിജയത്തിനും ലൗകിക സുഖങ്ങൾക്കും ഭൈരവനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. അടുത്ത അവതാരം മഹർഷി ദുർവാസാവ്. ശ്രീരുദ്രന്റെ അവതാരമായാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ മഹർഷി ദുർവാസാവ്. അടുത്ത അവതാരം എന്ന് പറയുന്നത് ഗൃഹപതി അവതാരം. തങ്ങൾക്ക് പരമശിവൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടെ ഗൃഹപതിയും ശുചിസ്മിതയും വളരെ പ്രാർത്ഥനകളും മറ്റും നടത്തി. എന്നാൽ ജനിച്ച കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഇതിൽ മനം നൊന്ത് പരിഹാരത്തിനായി ഗൃഹപതി കാശിയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ വഴി ദേവാധിപനായ ഇന്ദ്രൻ തടഞ്ഞപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് സംരക്ഷിച്ചു. അതിനാൽ ഗൃഹപതി ശിവ അവതാരത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത അവതാരമാണ് ഹനുമാൻ അവതാരം. ശ്രീരാമ ഭക്തനായ ഹനുമാൻ പരമശിവന്റെ ഒരു അവതാരമാണ്. മഹാവിഷ്ണു മോഹിനിയുടെ രൂപം ധരിച്ച് പരമശിവനെ മോഹിപ്പിച്ചപ്പോഴുണ്ടായ ശിവന്റെ ഊർജം അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. അഞ്ജനയ്ക്കുണ്ടായ ആ പുത്രനാണ് ഹനുമാൻ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.